തൊടേണമേ. ആരാധനയ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ജീവൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നാം ദൈവത്തെ ആരാധിച്ച് നമ്മുടെ കുടുംബത്തിലെ ഓരോ ബന്ധനങ്ങളും അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും വരാണെങ്കിൽ പെട്ടെന്ന് അവരെയും ഈ ശുശ്രൂഷകളിലേക്ക് പങ്കുചേർക്കുക. ഉണർവോടെ നമ്മൾ ആരാധിക്കണം. ഒരു നല്ല ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു താമസിച്ചുള്ള ധ്യാനം കൂടുമ്പോൾ എങ്ങനെ ഉണർവോടെ കർത്താവിനെ ആരാധിക്കുമോ അതേപോലെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഈ കൂട്ടായ്മയോട് ചേരുക. ഒരാൾ ഒറ്റയ്ക്കുള്ളെങ്കിൽ അവർ എഴുന്നേറ്റ് നന്നായിട്ട് കൈയടിച്ച് പാട്ടുപാടി മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിക്കണം. ഇതിനകത്ത് നാണമോ ലജ്ജയോ വൈക്ലമ്യമോ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. അത് ഇവിടെ അടുത്തായിരുന്നാലും അകലെയായിരുന്നാലും ദൈവത്തിൻ്റെ കൺമുമ്പിലാണ്. അതുകൊണ്ട് ദൈവം അതിന് പ്രതിഫലം തന്ന് ദൈവം അതിന് ബ്ലെസ്സിങ് തന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ഷിനു. ഞാൻ മംഗലം ഡാം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. പാലക്കാട് രൂപതയിലെ മംഗലം ഡാം എന്ന സ്ഥലത്ത് നിന്ന് ഷിനു വരുന്നു. 16 വർഷമായിട്ട് എൻ്റെ ചെവിയിൽ പഴുപ്പുണ്ടായിരുന്നു. ചെവിയിൽ 16 വർഷത്തെ പഴുപ്പ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓപ്പറേഷന് വേണ്ട എല്ലാ ടെസ്റ്റുകളും നടത്തി. അപ്പോഴാണ് എൻ്റെ അമ്മയുടെ അനിയത്തിനെ വിളിച്ചു പറഞ്ഞു എരവിമംഗലത്ത് വട്ടായിലച്ചൻ ടീം ധ്യാനം നടത്തുന്നുണ്ട്. എരവിമംഗലം, തൃശ്ശൂരിലെ എരവിമംഗലത്ത് ഒരു ധ്യാനം ഈ ടീം അവിടെ അട്ടപ്പാടി അവിടെ പോയി നടത്തി. അപ്പോൾ അമ്മയുടെ അനിയത്തി അവിടെ ഉണ്ടായിരുന്നു, വിളിച്ചു പറഞ്ഞു. എന്നിട്ടോ അവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്ത് സാംസൺ അച്ഛനായിരുന്നു. അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ വിവരങ്ങളെല്ലാം പറഞ്ഞു. ചെവിക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, അതിന് ഞാൻ പോവുകയാണ്, ടെസ്റ്റുകളൊക്കെ നടത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. നല്ലതുപോലെ ധ്യാനത്തിൻ്റെ നേരത്ത് നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ വട്ടായിലച്ഛൻ വെഞ്ചിരിപ്പിൻ്റെ നേരത്ത് കാലാകാലങ്ങളായിട്ടുള്ള രോഗങ്ങൾ വിട്ടുപോണതായിട്ടൊക്കെ പറഞ്ഞു. കാലാകാലങ്ങളുള്ള രോഗങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ വിട്ടുപോണത് വെളിപ്പെടുത്തി. എന്നിട്ട് പിന്നെ ഡോക്ടറെ കൊണ്ട് ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ ചെവിയിൽ പഴുപ്പില്ല, ഒന്നും കൂടി എക്സ്റേ എടുത്ത് നോക്കാൻ പറഞ്ഞു. അതിൻ്റെ എക്സ്റേയിലും കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷനൊന്നും വേണ്ട എന്ന് പറഞ്ഞു. 16 വർഷമുള്ള പഴുപ്പാണ്. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഒരു തരി പഴുപ്പില്ല. പരിപൂർണമായും ചെവി സൗഖ്യപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് ആ ഡോക്ടർ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ അനുഭവം കൂടെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. നാം ഇതുപോലെ ഒരുമിച്ച് കൂടി ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങൾ യേശു നാമത്തിൽ സംഭവിക്കാൻ കാരണമായി തീരും എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സണ്ണി. പ്ലാപ്പറ്റയാണ് സ്ഥലം, പ്ലാപ്പറ്റ ഇടവക. എനിക്കൊരു കിണറില്ലായിരുന്നു. ആ വീടിൻ്റെ അടുത്ത് പാറയാണ്. അപ്പോൾ പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്. കിണർ കുത്തിയൊരു സംശയം. ഇപ്പോൾ ഒരാൾ ഗ്യാരണ്ടി ആയിട്ട് വെള്ളം കണ്ട പൈസ എന്നും പറഞ്ഞുകൊണ്ട് ഗ്യാരണ്ടി ആയിട്ട് കുത്താൻ വന്നു. അപ്പോൾ അയാൾ വെള്ളം കിട്ടില്ല, ഗ്യാരണ്ടി അല്ല, അയാളെ കൊണ്ട് കുത്തിച്ച്. എന്നിട്ട് 455 ഇവിടെ അടി വരെ താത്ത്. പക്ഷേ ആ വണ്ടിയുടെ ആ പൈപ്പ് കഴിഞ്ഞു അപ്പോഴത്തേക്ക്. എന്നിട്ട് പിന്നെ അവർ പോയിട്ട് വേറെ വണ്ടി കൊണ്ടുവരാന്ന് പറഞ്ഞു, ഇത് കുറച്ചുകൂടെ താഴ്ച. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇനി വേറെ വണ്ടി കൂടെ ഒന്ന് പൈസ കണ്ടുപോകാനാവില്ലോ. ഇതൊക്കെ ചെലവുള്ള ഏർപ്പാടാണ്. മനസ്സിന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ധ്യാനിച്ചിട്ട് ഇവിടുന്ന് വെള്ളമൊക്കെ കൊണ്ടുപോയി. അത് അപ്പോൾ ചേട്ടൻ ചിന്തിച്ചു, ദൈവമേ ഈ വണ്ടികളെല്ലാം അങ്ങനെ കൊടുന്ന് ഇങ്ങനെ ചിലവ് ഇങ്ങനെ ഇറങ്ങി പോകുന്നല്ലാതെ ഈ കള്ളിൽ താഴ്ത്തിക്ക് പോകണം, കാശ് ഇറങ്ങി പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് വേറെ വല്ല വഴിയുണ്ടോ? അപ്പോഴാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊരു പ്രേരണ കിട്ടി. അങ്ങനെ നേരെ അട്ടപ്പാടിക്ക് ഇങ്ങോട്ട് വന്ന് ആ വെള്ളം കിട്ടാത്ത അവസ്ഥയല്ലേ. ഇവിടെ വരുമ്പോൾ വെള്ളം അവിടെ ഇല്ലല്ലോ, വെള്ളം കാണാണ്ട പോയ ആ വെള്ളം അവിടെ ഇല്ല. ഇവിടെ ചേട്ടൻ ഇങ്ങോട്ട് പോന്നു.
എന്നിട്ട് ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയിട്ട് കിണറ്റിൽ ഒഴിച്ച്. അപ്പോൾ ഈ 2 ആഴ്ച മുമ്പ്, ആ വെല്ലുമഴയ്ക്ക് മുമ്പ് നോക്കുമ്പോഴത്തേന് ഈ 25 അടി പൈപ്പ് ഇറക്കിയിട്ടുണ്ട്, PVC പൈപ്പ്. ബാക്കി അടിയിലേക്ക് പാറയാണ്. ആ പൈപ്പിൻ്റെ ഉള്ളിൽ വരെ വെള്ളം വന്നിട്ടുണ്ട്. ഇപ്പോൾ 430 അടിയോളം ഇപ്പോൾ വെള്ളം. 430 അടി വെള്ളം ഉയർന്നു നിൽക്കുകയാണ്. എന്തായത് 25 താത്തി അപ്പം വെള്ളം എടുക്കുക. അതേമാതിരി ആ വെള്ളം ഇത് അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ നിന്ന് കോരിക്കേണ്ടി വന്നതാണ്. അവിടെ വെള്ളം ഇല്ലാത്ത ആ പാറയുടെ മുകളിൽ ഇവിടുന്ന് ഇച്ചിരി വെഞ്ചിരിച്ച വെള്ളം കൊണ്ട് അങ്ങോട്ട് ഒറ്റ ഒഴിക്കൽ. ഇപ്പം എന്തായി? 430 അടി വെള്ളം മൊത്തം കിണറിന് എത്ര ആഴമുണ്ട്? 455 അടി താഴെ. അതിൽ 25 അടി ഞങ്ങൾ താഴത്തേക്ക് നിന്നാൽ വെള്ളം കിട്ടാവുന്ന വിധത്തിൽ അത്രയും വെള്ളം അങ്ങോട്ട് ഉയർന്ന അവിടെ ആ പാറപ്പുറത്ത്. ആ വെള്ളമായിട്ട് ഇന്നിവിടെ വന്ന് സാക്ഷ്യപ്പെടുന്നത്. പിന്നെ വേറെ വണ്ടിയും വിളിക്കേണ്ടി വന്നില്ല. നീട്ടുള്ള ഉറക്കെ പറ ഹല്ലേലൂയ. പാറപ്പുറത്തൊരു അത്ഭുതം അങ്ങോട്ട് ചെയ്ത് പ്രൈസ് ദി ലോർഡ്. ആ വെള്ളം ഇതാന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. നല്ല ഉണർവോടെ ഈ ശുശ്രൂഷയെ പങ്കുചേരണം. കൈയടിക്കാൻ പറ്റുന്നവരെ കൈയടിച്ച് തുള്ളിച്ചാടി നന്നായിട്ട് ദൈവത്തെ ആരാധിക്കണം. ക്ഷീണമോ ഉറക്കക്ഷീണമോ മടുപ്പോ ചടവോ അതൊന്നും പാടില്ല. ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സമൂഹം അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ച് ആരാധിക്കുക. വിമുഖത, നിരുത്സാഹം, മന്ദത, മരവിപ്പ് ഇതെല്ലാം വിട്ടുപോകട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുക. യേശുവേ, എല്ലാ കുടുംബങ്ങളും നന്നായിട്ട് ഉറക്കുക. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ജീവിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഈ സമൂഹത്തിലേക്ക് ശക്തിയോടെ വരണമേ. അത്ഭുതങ്ങളുടെ രാജാവേ, അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തണമേ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ കർത്തൻ നീ, കർത്തൻ നീ. കരങ്ങളടിച്ച് മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാ മുട്ടും പാടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും പാടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കർത്തൻ നീ, കർത്തൻ നീ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാ മുട്ടും പാടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും പാടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാവരും കൈയടിച്ച് താളമേളങ്ങളോടെ യേശുവിനെ ആരാധിക്കുകയാണ്. അവൻ നമുക്കായി കുരിശിൽ മരിച്ചു. അവന്റെ രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തു. കൈയടിച്ച് കൈയടിച്ച് പാട്ടുപാടി പാട്ടുപാടി ആരാധിക്കുന്നു. വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും പാടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും പാടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കർത്തൻ നീ, കർത്തൻ നീ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ അത്ഭുത രാജാവേ, മുട്ടും പാടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും പാടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന. ഓ രാജാവേ, സ്തുതികൾക്ക് യോഗ്യനായവനെ, പുകഴ്ചകൾക്ക് യോഗ്യനായവനെ, കുരിശിൽ മരിച്ച് ജീവൻ നൽകിയവനെ, പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നവനെ, യേശുവേ, 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 ആരാധന, ആരാധന. സ്തോത്രവും കൈയടിച്ച് സ്വീകരിപ്പാൻ യോഗ്യനായോനേ, ഉണർവോടെ കൈയടിച്ച് സ്തോത്രവും എന്ന് സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാ മുട്ടും പാടങ്ങും എല്ലാ നാവും
പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും പാടുന്നു എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കർത്തൻ നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. ആരാധന കർത്താവേ. മുട്ടും പാടുന്നു എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ഉണർവോടെ കൈയടിച്ച് എല്ലാ മുട്ടും പാടുന്നു എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും പാടുന്നു എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും പാടുന്നു എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും പാടുന്നു എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. യേശുവിനെ ആരാധിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു. യേശുവേ 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 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന കർത്താവേ, ആരാധന കർത്താവേ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന, ശിവേ ആരാധന ആരാധന ആരാധന, ശിവേ ആരാധന ആരാധന, ശിവേ യേശുവേ യേശുവേ ആരാധന ആരാധന ആരാധന, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങൾ ഉണരട്ടെ കർത്താവേ. ലോകങ്ങളുടെ കുടുംബങ്ങളിൽ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. കാലങ്ങളിലുള്ള തിന്മകളും തിന്മയുടെ ആധിപത്യങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഓ കർത്താവേ, കടബാധ്യതകൾ, സാമ്പത്തിക തകർച്ചകൾ, പരാജയങ്ങൾ, ബിസിനസ് പരാജയങ്ങൾ, ഇവ നിമിത്തം ക്ലേശിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ഇപ്പോൾ അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, മക്കളില്ലാതെ ക്ലേശിക്കുന്ന, വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ ക്ലേശിക്കുന്ന ഓരോ കുടുംബങ്ങളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് യേശുവേ ഇടപെടണമേ. ഈ കുടുംബങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നാരകീയ സേനകളെയും അന്ധകാര സൈനികരെയും നസറേനായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഈ ദൈവവചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ ഇത് കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകാൻ തടസ്സപ്പെടുത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരാത്മ പീഡകളെയും അന്ധകാര സൈന്യങ്ങളെ ശാസിക്കുന്നു. ദുഷ്ടക്കൂട്ടങ്ങൾ വിട്ടുമാറി പോകട്ടെ. ആരാധന യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദിനവൃത്താന്തത്തിന്റെ രണ്ടാമത്തെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിലെ 5 മുതൽ 10 വരെയുള്ള തിരുലിഖിതങ്ങളാണ് ഇപ്പോൾ നാം പരിചിന്തനത്തിന് എടുക്കുന്നത്. ഹല്ലേലൂയ. അവിടെ യൂദയ രാജ്യത്തുള്ള അമസ്യ എന്ന രാജാവ്, ആ രാജാവിന്റെ പേരെന്താണ്? അമസ്യ എന്ന രാജാവ്. ആ രാജാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ സാത്താൻ ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ യത്നിക്കുകയാണ്. എങ്ങനെയാണ് സാത്താൻ അദ്ദേഹത്തിൻ്റെ മേൽ കൗശലം പ്രയോഗിച്ചത്? ആ കാര്യത്തെക്കുറിച്ച് ദൈവം എന്താണ് വെളിപ്പെടുത്തുന്നത്? ഈ ഭാഗമാണ് 25-ാം അധ്യായത്തിൽ 5 തൊട്ട് 10 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ച് കേൾക്കാം. ഇപ്പോൾ സമ്പൂർണ്ണ ബൈബിൾ ഉള്ളവരുണ്ടെങ്കിൽ അവർ വീട്ടിൽ നിന്ന് അതെടുത്ത് 2 ദിനവൃത്താന്തം 25-ാം അധ്യായം 5 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ ഞങ്ങളോട് കൂടെ വായിച്ച് ധ്യാനിക്കുക. അമസ്യ യൂദായിൽ നിന്നും ബെഞ്ചമിനിൽ നിന്നും ആളുകളെ ശേഖരിച്ച് അവരെ കുടുംബക്രമത്തിൽ സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും കീഴിൽ നിയോഗിച്ചു. 20 അതിനുമേലും വയസ്സുള്ള 3 ലക്ഷം പേരെ അവൻ ഒരുമിച്ച് കൂട്ടി.
അവർ യുദ്ധശേഷിയുള്ളവരും കുന്തവും പരിചയും ഉപയോഗിക്കാൻ കഴിവുള്ളവരും ആയിരുന്നു. വലിയൊരു യുദ്ധത്തിനുള്ള സന്നാഹം അവിടെ നടക്കുകയാണ്. ശത്രുവിനെ നേരിടാൻ വേണ്ടി അമസ്യ മുൻകരുതലെടുക്കുകയാണ്. അവന് പാടുള്ളതുപോലെ സൈന്യത്തെ ശേഖരിച്ചു. അവൻ്റെ രാജ്യത്ത് നിന്ന് അവന് കിട്ടിയ പ്രേരണ അനുസരിച്ച് വലിയൊരു സൈന്യ നിരയെ അവൻ ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് അടുത്ത് ശ്രമിക്കാം. ഇതിനു പുറമെ ഇസ്രായേലിൽ നിന്ന് 1,00,000 വീരയോദ്ധാക്കളെ 100 താലന്ത് വെള്ളിക്ക് കൂലിക്കെടുത്തു. ഈ അമസ്യ രാജാവ് തൻ്റെ രാജ്യത്തുനിന്ന് സർവ്വ സന്നാഹങ്ങൾ ഒരുക്കി കഴിഞ്ഞപ്പോൾ പിന്നെയും തോന്നുകയാണ് ഇത്രയും പോരാ. അതുകൊണ്ട് അവൻ ചിന്തിച്ച്, അവൻ്റെ മാനുഷിക ബുദ്ധിയിൽ അവൻ ആലോചിച്ച്, അവൻ അടുത്ത രാജ്യമായ ഇസ്രായേൽ രാജ്യത്ത് ചെന്നിട്ട് അവരോടൊരു ഉടമ്പടി ഉണ്ടാക്കി. 1,00,000 പട്ടാളക്കാരെ അവിടെ നിന്നിട്ട് കൂലിക്കെടുത്ത്. ഇനി അടുത്ത് കേൾക്കാം. എന്നാൽ ഒരു ദൈവപുരുഷൻ വന്ന് അവനോട് പറഞ്ഞു, രാജാവേ, ഇസ്രായേൽ സൈന്യത്തെ നീ കൂടെ കൊണ്ടുപോകരുത്. കർത്താവ് എഫ്രായിംകാരായ ഈ ഇസ്രായേൽക്കാരുടെ കൂടെ ഇല്ല. ഇത് നിർണായകമായ വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഞാൻ ഈ കൂട്ടുകൂടുന്ന വ്യക്തിയെ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിയാണല്ലോ, ഇതൊന്നും ചിന്തിക്കാതെ അമസ്യ വേഗം പോയി ഒരു കൂട്ടുകെട്ടുണ്ടാക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് 1,00,000 പേരുടെ ഒരു പട്ടാളത്തിൻ്റെ ഒരു സഹായം, പിന്തുണ തേടുകയാണ്. ഒരു ദൈവ പൈതൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഞാൻ കൂട്ടുകൂടുമ്പോൾ ആ കൂട്ടുകെട്ടിൽ ദൈവത്തിൻ്റെ അംഗീകാരമുണ്ടോ, ദൈവം ആഗ്രഹിക്കുന്ന കൂട്ടുകെട്ടാണോ അത്. ഞാൻ കൂട്ടുകൂടാൻ പോകുന്ന ഈ വ്യക്തിയിൽ, ആ സ്ഥാപനത്തിൽ, ആ ആളിൽ ദൈവം ഉള്ള ആളാണോ എന്ന് നാം ഗൗരവത്തിൽ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ പെട്ടെന്ന് തന്നെ ഒരു ദൈവപുരുഷൻ അമസ്യ രാജാവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ ദൈവപുരുഷൻ അമസ്യ രാജാവിനോട് പറയുകയാണ്, അല്ലയോ അമസ്യ രാജാവേ, നീ കൂലിക്കെടുത്തിട്ടുള്ള എഫ്രായിംകാരായ ഈ പട്ടാളക്കാരുടെ കൂടെ ദൈവം ഇല്ല, അതുകൊണ്ട് നിനക്ക് അവർ ഉപകാരപ്പെടുകയില്ല എന്നാണ് ദൈവപുരുഷൻ, ദൈവത്തിൻ്റെ ദൂത് അമസ്യ രാജാവിനെ അറിയിക്കുന്നത്. ആ വചനം നമുക്ക് ഒന്നും കൂടെ വായിച്ച് കേൾക്കാം. എന്നാൽ ഒരു ദൈവപുരുഷൻ വന്ന് അവനോട് പറഞ്ഞു, രാജാവേ, ഇസ്രായേൽ സൈന്യത്തെ നീ കൂടെ കൊണ്ടുപോകരുത്. കർത്താവ് എഫ്രായിംകാരായ ഈ ഇസ്രായേലരുടെ കൂടെ ഇല്ല. കർത്താവ് എഫ്രായിംകാരായ ഈ ഇസ്രായേൽക്കാരുടെ കൂടെ ഇല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് കൂടെ ഇല്ലാത്ത ഒരു വ്യക്തി തക്ക സമയത്ത് നമുക്ക് ഉപകാരപ്പെടുകയില്ല. നമ്മുടെ കൂട്ടുകെട്ട് നമ്മൾ പ്രത്യേകം ആലോചിക്കണം. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആലോചിക്കണം. പ്രിയപ്പെട്ട സഹോദരൻ, കർത്താവ് കൂടെയില്ലാത്ത ഒരു വ്യക്തിയുമായി, ഒരു സമൂഹവുമായി, ഒരു കുടുംബവുമായി കൂട്ടുകൂടാൻ പോകരുത്. ഇത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നൊരു വെളിപ്പെടുത്തലാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത വചനം നമുക്ക് വായിച്ചു കേൾക്കാം. ഇവർ യുദ്ധത്തിൽ നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവം ശത്രുവിന്റെ മുൻപിൽ നിന്നെ വീഴ്ത്തും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, ചിന്തിച്ചു നോക്കുക. ഇതാ ഇപ്പോൾ സ്ഥിതിഗതികളാകെ മാറി മറിയുകയാണ്. നമ്മളിപ്പോൾ മനഃപൂർവ്വം ചിന്തിക്കുകയാണ്, ദൈവം അംഗീകരിച്ചില്ലേലും കുഴപ്പമില്ല, ഞാൻ ഈ കൂട്ടുകെട്ടുമായിട്ട് മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ച് ദൈവം അംഗീകരിക്കാത്തൊരാലോചനയുമായിട്ട് നീ മുന്നോട്ട് പോയാൽ, ദൈവം അംഗീകരിക്കാത്തൊരു വ്യക്തിയുമായി കൂട്ടുകൂടി നീ നിൻ്റെ ജീവിതം പടുത്തുയർത്താൻ ശ്രമിച്ചാൽ, ദൈവം അംഗീകരിക്കാത്തൊരു സംഗതിയുമായി ചേർന്ന് നിൻ്റെ ബിസിനസ് പടുത്തുയർത്താൻ, നിൻ്റെ കൃഷി, നിൻ്റെ കുടുംബം, നിൻ്റെ കാര്യങ്ങൾ, ഭാവി തലമുറയെല്ലാം രൂപപ്പെടുത്താൻ വേണ്ടി ദൈവം ഇല്ലാത്തൊരു വ്യക്തിയുമായി കൂട്ടുകൂടി മുന്നോട്ട് പോകാൻ നീ ശ്രമിച്ചാൽ, ദൈവത്തിൻ്റെ വചനം തക്കതായ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതാ ശത്രുവിൻ്റെ മുമ്പിൽ വെച്ച് ദൈവം നിന്നെ വീഴ്ത്തും. പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ ഒരു ദൈവം ബൈബിളിലുണ്ട്. എവിടെ വെച്ചാണ് ദൈവം നമ്മളെ വീഴ്ത്തുന്നത്? ശത്രുവിന്റെ മുൻപിൽ വെച്ച് കർത്താവ് നിന്നെ വീഴ്ത്തും എന്ന് ദൈവപുരുഷൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. കർത്താവ് കൂടെയില്ലാത്ത ഈ എഫ്രായിംകാരായ ഈ 1,00,000 കൂലിപ്പട്ടാളക്കാരെ എടുത്ത് നീ യുദ്ധത്തിന് പോയാൽ, ശത്രുവിൻ്റെ മുമ്പിൽ നീ ചെന്നുപെടുന്ന സമയത്ത് കർത്താവ് നിന്നെ വീഴ്ത്തും. ശത്രു നിന്നെ വീഴ്ത്തും എന്നതിനേക്കാൾ വളരെ ദാരുണമാണ്, കർത്താവ് നിന്നെ കൈവിടും എന്ന് ഇതാ ദൈവപുരുഷൻ മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തുടർന്ന് വായിച്ചു കേൾക്കാം. സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും. ഇതൊരു വലിയ മർമ്മമാണ്. ദൈവവചനം മർമ്മമാണ്. സഹായിക്കാനും പരിത്യജിക്കാനും കർത്താവിന് കഴിയും. ഒന്ന് ഏറ്റ് പറയാം. സഹായിക്കാനും പരിത്യജിക്കാനും കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തോടു കൂടെ നടക്കുന്ന ഞാനും നിങ്ങളും, ഓരോ ആത്മീയ പൈതലും ഈ കാര്യം മനസ്സിലാക്കണം. സഹായിക്കാനും പരിത്യജിക്കാനും കർത്താവിന് കഴിയും. ഇനി തുടർന്ന് വായിച്ചു കേൾക്കാം. അമസ്യ ദൈവപുരുഷനോട് പറഞ്ഞു,
ഇസ്രായേൽ സൈന്യത്തിന് ഞാൻ 100 താലന്ത് വെള്ളി കൊടുത്തു പോയല്ലോ. ദൈവപുരുഷൻ പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ തരാൻ കർത്താവിന് കഴിവുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമസ്യാ രാജാവിന് വലിയ പ്രശ്നമാണ്. അയ്യോ, ഞാൻ 100 താലന്ത് വെള്ളി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, ഞാൻ എന്തു ചെയ്യും? എൻ്റെ പണം അവരുടെ കയ്യിൽ അകപ്പെട്ടു, ഇനി അവരെ കൊണ്ടുപോകാതിരുന്ന വലിയ രാജ്യത്തിന് നഷ്ടമാവില്ലേ? ഇതൊരു ന്യായമായ ചിന്തയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അതിനുള്ള വെളിപ്പെടുത്തൽ നൽകുകയാണ്, അതിനേക്കാൾ കൂടുതൽ തരാനും കർത്താവിന് കഴിയും. നീ ദൈവവചന മാർഗത്തിൽ നടക്കുമ്പോൾ ഒരു നഷ്ടം ഏറ്റെടുക്കേണ്ടി വന്നാൽ, നീ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഒരു കാര്യത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുമ്പോൾ, കുറേ ക്ലേശങ്ങളും അപമാനങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നാൽ, അതിനേക്കാൾ കൂടുതൽ നന്മ, അതിനേക്കാൾ കൂടുതൽ പ്രശസ്തി, അതിനേക്കാൾ കൂടുതൽ ധനം, അതിനേക്കാൾ കൂടുതൽ മഹിമ തരാൻ കർത്താവിന് കഴിയും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതിനേക്കാൾ കൂടുതൽ തരാനും കർത്താവിന് കഴിയും. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവം അംഗീകരിക്കാത്തൊരു കൂട്ടുകെട്ടുണ്ടെങ്കിൽ, ദൈവം അംഗീകരിക്കാത്തൊരു നടപ്പാണെങ്കിൽ, ദൈവം അംഗീകരിക്കാത്തൊരു ബന്ധമാണെങ്കിൽ, ദൈവമേ അങ്ങയുടെ ആത്മാവിനെ അയച്ച് അതിൽ നിന്നെല്ലാം വേർപെട്ട് അങ്ങയുടെ വചനപ്രകാരം നടക്കാനുള്ളൊരു ശക്തി, ഒരു അഭിഷേകം, ഒരു ഉണർവ് എൻ്റെ അന്തരംഗത്തിലേക്ക് പകരണമേ. എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആരാധന. ഓ രാജാവേ, ഈ സമൂഹത്തിലേക്ക് കൃപയൊഴുക്കണമേ കർത്താവേ. ഓ വിശുദ്ധിയുടെ കൃപയൊഴുക്കണമേ കർത്താവേ. ഓ അത്ഭുതത്തിന് ശക്തിയെ വർഷിക്കണമേ കർത്താവേ. ഈ സമൂഹത്തിലേക്ക് വിശുദ്ധിയുടെ അഭിഷേകം ചൊരിയണമേ കർത്താവേ. ആരാധന യേശുവേ, 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 യേശുവേ. ആരാധന യേശുവേ, ആരാധന, 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 ആരാധന. ഓ ദൈവശക്തി വ്യാപരിക്കട്ടെ, അന്ധകാരങ്ങൾ തകരട്ടെ, ദുർചിന്തകൾ വിട്ടുപോകട്ടെ, തെറ്റായ ബോധ്യങ്ങൾ തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ആരാധന, 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 ഹല്ലേലൂയ. സഹായിക്കാനും പരിത്യജിക്കാനും കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, മറനാഥാ. Come, Lord Jesus. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷിതാവായ യേശുവിങ്കൽ എളിമപ്പെടുന്നവർക്ക്, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ്റെ നാമത്തിൽ വലിയ കൃപകളും വലിയ സ്വർഗീയ സമ്പത്തും പിതാവായ ദൈവം വർഷിക്കും. ഇപ്പോൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ യേശുവിനെ വിളിക്കുക. രോഗികൾ ഇപ്പോൾ ഹൃദയം നുറുങ്ങി വിളിക്കുക. തകർന്നിരിക്കുന്ന ഹൃദയത്തോടെയുള്ളവർ യേശുവിനെ വിളിക്കുക. കഠിന പാപത്തിൻ്റെ അടിമത്തിൽ കിടക്കുന്നവർ, തഴക്കദോഷങ്ങളിൽ കിടക്കുന്നവർ യേശുവിനെ ഉറക്കെ വിളിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ, യേശുവേ, യേശുവേ. എല്ലാവരും യേശുവിനെ വിളിക്കുന്നു. കുടുംബങ്ങളെല്ലാം യേശുവിനെ വിളിക്കുന്നു. സമൂഹം യേശുവിനെ വിളിക്കുന്നു. പ്രിയ മക്കളെ, ഇത് സ്വർഗ്ഗം അനുഗ്രഹിക്കുന്ന നിമിഷം. കാലങ്ങളാണ് ബന്ധനങ്ങൾ അഴിയുന്നു, അന്ധകാര കോട്ടകൾ തകരുന്നു, പൈശാചിക പീഡകൾ വിട്ടുമാറിപ്പോകുന്നു. ആരാധന യേശുവേ, ആരാധന യേശുവേ, യേശുവേ.